ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോട് പോയി ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ചന്ദ്ര പറയുക. അപ്പം ഞാൻ കുറേ ആലോചിച്ചെന്നും നിനക്കവളെ വേണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എന്തിനാ പിന്നെ അതിനെ എതിർക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിനക്ക് വേണ്ടി ജീവിച്ചവളല്ലേ ഞാൻ. നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അവൾ എന്നെ ചതിച്ചു, അതായിരുന്നു എൻ്റെ വിഷമം മൊത്തം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയാം. അപ്പോൾ രേവതിയും സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഞാൻ അവളെ വെറുത്തത്, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊക്കെ, നിന്നോട് അവൾ കാണിച്ചതൊക്കെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു എന്ന് ചന്ദ്ര പറയുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം മറന്ന് നീ അവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ചന്ദ്ര പറയുക. ഞാൻ അതിനെ ഒരിക്കലും എതിർക്കുന്നില്ല എന്നും. അപ്പോൾ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തോടെ അമ്മയോടും കൈ കൂപ്പി ഇങ്ങനെ നന്ദി പറയുക. അമ്മ, എനിക്ക് അമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിന്ന് പറയുക കേട്ടോ. സച്ചിയും രേവതി അച്ഛനും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു. വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്തത് എന്തായാലും നന്നായി ചന്ദ്രയെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും കരഞ്ഞ് ശ്രുതി കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുക. കാര്യം പറയാൻ ഞാൻ നേരം മുറിയിലേക്ക് വരുമായിരുന്നു, അപ്പോഴാണ് നീ പോകുന്നത് കണ്ടതെന്ന കാര്യം ചന്ദ്ര പറയുമ്പോൾ, എങ്കിൽ ബാ അമ്മേ നമുക്ക് പോയി ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാം. ഇപ്പോഴോ? ഇപ്പോൾ സമയം എത്ര ആയെന്നാണ് നിൻ്റെ വിചാരം? നമുക്കേ നാളെ പോകാം എന്നും പറഞ്ഞിങ്ങനെ ചന്ദ്ര. അല്ലമ്മേ, അവള് എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പം നീ അവളെ വിളിച്ചു പറ, ഇന്ന് വരുന്നില്ല, നാളെ രാവിലെ നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ അമ്മയും ഞാനും അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടപ്പം ശരി അമ്മേ, ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം എന്നും പറഞ്ഞിങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുക. അപ്പോൾ നമ്മുടെ അമ്മയോട് സച്ചി ഇപ്പോഴും അമ്മയൊന്ന് സമാധാനമായതെന്ന് പറയാം. അപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടില്ല ഇന്ന് രവിയേട്ടൻ. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക ചന്ദ്രേ ബാ എന്നും പറഞ്ഞ് രവിയേട്ടനും അകത്തേക്ക് കയറിപ്പോയി. സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് പോന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ അവിടെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. രണ്ടും കൽപ്പിച്ച് ചന്ദ്ര എന്തൊക്കെയോ ആലോചിച്ച് കാര്യങ്ങളും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം പിന്നെ നമ്മുടെ ശ്രുതി അവിടെ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മീര വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കണേ? ഞാൻ ശ്രുതിയെ കാത്തിരിക്കുക, ഇപ്പം എത്തും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കാത്തിരിക്കുന്നു. ഭയങ്കര സ്വപ്നമൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ആ സമയത്ത് മുറിയിൽ ചെന്ന് നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നു. അപ്പോൾ ശ്രുതിയുടെ കോള് കണ്ടു. അപ്പോൾ ശ്രുതി വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാനിവിടുന്നേ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, അതെന്താ പറ്റി, എന്താ വരാത്തെ? ആൻറ്റി ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അതോ ശ്രുതി പോയി ആൻറ്റിയുടെ മുന്നിൽ പെട്ടോ? ഞാൻ പെട്ടു. ഓ ശേ, എന്താ ശ്രുതി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചു ശ്രുതി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു ഭയങ്കര അതെ എനിക്കിപ്പോൾ ശ്രുതിയെ കാണണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അതിനെന്താ കാണാമല്ലോ. ഇനിയിപ്പോൾ എന്നും കാണാവുന്ന ശ്രുതി നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനാ അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സത്യമാണ് ഈ പറയുന്നത് ശ്രുതി? അതേന്നെ സത്യമാ. നാളെ രാവിലെ ഞാനും അമ്മയും കൂടി മീരയുടെ വീട്ടിലേക്ക് വരും, നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ശ്രുതി കിടന്ന് തുള്ളി ചാടുക. സന്തോഷം കാരണം ഒരു രക്ഷയില്ല. എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല ശ്രുതി. അല്ല, ആൻറ്റിക്ക് എന്താ ഇങ്ങനെ പെട്ടെന്ന് മനമാറ്റം ഉണ്ടാകാൻ കാരണമെന്ന് ചോദിക്കുമ്പം അത് പിന്നെ നീ പ്രഗ്നൻ്റ് അല്ലേ, പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ പൊന്നെ പെട്ടു എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുക. പിന്നെ നിനക്കറിയാവല്ലോ, എന്നെ കഴിഞ്ഞിട്ടേ എൻ്റെ അമ്മയ്ക്ക് മറ്റെന്തുള്ളെന്ന് ഞാൻ സങ്കടപ്പെടുന്നത്. എൻ്റെ അമ്മയ്ക്ക് കണ്ടു നിൽക്കാനൊന്നും കഴിയില്ല. നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പാതി വഴിയിൽ വീണു പോകുമെന്ന് അമ്മ ഒരു പക്ഷെ പേടിച്ച് കാണുമായിരിക്കും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് നടന്നു. ശ്രുതി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്പോൾ ദൈവം എന്നെ കാത്തു. പിന്നെ ശ്രുതി നാളെ രാവിലെ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഞാനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് എത്തും. നീ അവിടെ റെഡിയായിട്ട് ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴേ റെഡിയാ, ഞാൻ എത്തും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. സന്തോഷം കൊണ്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് അങ്ങനെ തന്നെയാണ്. ഒന്ന് പെട്ടെന്ന് നേരം വെളുത്താൽ മതിയെന്നാ തോന്നണേന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയാം. ശരിയാ, നമുക്ക് നാളെ കാണാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി ബൈ ഓക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മീരയോട് നമ്മുടെ ശ്രുതി വിവരങ്ങൾ പറയാം. അപ്പം നീ വീണ്ടും അവരെ പറ്റിച്ചു എന്ന് മീര അന്നേരം ശ്രുതിയോട്, ഇങ്ങനെയുള്ള മണ്ടന്മാരെ ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം എത്ര കിട്ടിയാലും പഠിക്കാത്ത ടീംസ് എന്ന് മീര കളിയാക്കി പറഞ്ഞപ്പം ആൻറ്റിയെ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് ശ്രുതി അന്നേരം പറയാം. ഞാൻ അവിടെ ഒന്ന് കയറട്ടെ, ഞാൻ അവരെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് ശ്രുതി മീരയോട് പറയണം. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ശ്രുതി ഒരുപാട് പ്ലാനിങ് ഒക്കെ ആയിട്ട് നാളെ പോകാനിരിക്കുന്നതേ. കണക്കൂട്ടലുകൾ ഒരുപാടുണ്ട്. എന്തായാലും ശ്രുതി ഭയങ്കര ദേഷ്യത്തിലാണ്. രാവിലെ ആയി. ആ സമയത്ത് നമ്മുടെ രേവതി അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും അമ്മയുടെ മനസ്സ് ഇത്രയും പെട്ടെന്ന് മാറും ഞാൻ കരുതിയില്ല നമ്മുടെ സച്ചിയോട് പറയാം. ശ്രുതി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ എന്ന് സച്ചി. വല്ലാത്തൊരു സംശയം തന്നെയാണല്ലോ സച്ചേട്ടാ. ദേവ് വിളിച്ചു പറഞ്ഞിട്ടും സച്ചേട്ടൻ്റെ വിശ്വാസം ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ ഇരിക്കാം. ശ്രുതി പറയുന്ന കള്ളമാണെന്ന് ആദ്യം പറഞ്ഞ അമ്മ പോലും അത് വിശ്വസിച്ചില്ലേ? അതുകൊണ്ടാണല്ലോ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അമ്മ തീരുമാനിച്ചത് പോലും.
ഇന്നലെ രാത്രി നീ അമ്മയുടെ സംസാരവും ഭാവവും ഒക്കെ ശ്രദ്ധിച്ചായിരുന്നോ? നിനക്ക് എന്തെങ്കിലും പന്തികേട് തോന്നിയായിരുന്നോ? എന്ത് പന്തികേട്? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നാലേ എനിക്ക് തോന്നിയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചതാണെന്നൊക്കെ സച്ചി പറയാം. ഈ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത് ഞാനിന്ന് പുലർച്ചെ സ്വപ്നം കണ്ടിരുന്നുവെന്നും പുലർക്കാലത്ത് കാണുന്ന സ്വപ്നം നടക്കുമെന്നല്ലേ പറയുന്നത്. ഈ സ്വപ്നം എന്തായാലും നടക്കില്ല. ഒരു കുഞ്ഞ് ഓടിക്കളിക്കും. വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കുഞ്ഞ്. ശ്രുതി പ്രഗ്നൻ്റ് അല്ലല്ലോ, പിന്നെ എങ്ങനെ രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുമെന്ന് സച്ചി. ഒന്ന് ചുമ്മാ ഇരിക്കാവോ സച്ചേട്ടാ? അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പിന്നെ അല്ല എന്നും പറഞ്ഞു സച്ചി. ശ്രുതി പ്രഗ്നൻ്റാ, അത് ഉറപ്പാ. അവളായിരിക്കും ആദ്യം അമ്മയാവാൻ പോവുക. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്ര വന്ന് ഇവരുടെ സംസാരം കേൾക്കുവാണേ. അപ്പോൾ എന്തോ ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് കാര്യം കാണണമല്ലോ, അതിന് വേണ്ടി ഒരു ചിരിയൊക്കെ തിരിച്ചങ്ങ് ചെല്ലുക. എന്നാ അപ്പോൾ വേണ്ട, മോൻ കഴിച്ചോളാൻ പറഞ്ഞു സച്ചിയോട്. അപ്പോൾ സച്ചി മോനോ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കും കേട്ടോ. ചന്ദ്രൻ നേരം സച്ചിയെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ രേവതിയേ അമ്മയ്ക്ക് തന്നെ പറ്റിയേ എന്ന് സച്ചി ചോദിക്കും. എന്നും പറഞ്ഞുകൊണ്ട് രേവതി നിൽക്കുക കേട്ടോ. അല്ല അമ്മ ഇന്ന് മയത്തിലാണല്ലോ സംസാരിക്കുന്നത്. സാധാരണ എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല. ഇന്ന് കാക്ക മലർന്ന് പറക്കും. അപ്പോൾ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല നീ ട്രിപ്പ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലമ്മേ, ചുമ്മാ ഇവിടെ ഇരിക്കുക, ആരും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ എങ്കിൽ ഞാനൊരു ഓട്ടം വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കാശ് തരാം കേട്ടോ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, കാശൊന്നും തരണ്ട, ഞാൻ വരാം എന്നും പറഞ്ഞോട്ടോ നമ്മുടെ സച്ചി. അല്ല അമ്മേൻ്റെ വണ്ടി ഒന്ന് വിളിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷമാണെന്ന് സച്ചി ചന്ദ്രയോട് പറയാട്ടോ. ചന്ദ്ര ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മ പൂർണ്ണ മനസ്സോടെ സച്ചേട്ടന് വണ്ടിയിൽ ഇതുവരെ കയറിയിട്ടില്ല, അച്ഛൻ നിർബന്ധിച്ചല്ലേ കയറ്റുന്നത് എന്നൊക്കെ രേവതി ചോദിക്കുക. ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ? അല്ല അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് അങ്ങോട്ട് പോകണ്ടേ? അപ്പം മീരയുടെ വീട്ടിലാണ് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിയെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിച്ചു. അപ്പം അല്ല ശ്രുതി വരുന്നില്ലേ? അവൻ്റെ കാറിൽ പോയാൽ പോരേന്ന് ചോദിക്കുമ്പം അവൻ വരുന്നുണ്ട്, പക്ഷേ അവൻ്റെ കാറ് വേണ്ട എന്ന് ചന്ദ്ര. നിൻ്റെ കാറിൽ പോകാമെന്നും ചന്ദ്ര പറയാം. ഇത് എന്നെ ഇതൊന്നും മനസ്സിലാകാതെ സച്ചി ഇങ്ങനെ നിൽക്കുക. ഞാൻ വെറുതെ ഒരു ഓട്ടം വിളിച്ചതല്ല, എനിക്ക് നിൻ്റെ ഒരു സഹായം കൂടി വേണമെന്ന് ചന്ദ്ര പറഞ്ഞപ്പം ഹലോ രേവതി, അതെ ഞാൻ കേൾക്കുന്നത് തന്നെയല്ലേ നീയും കേൾക്കുന്നേ അല്ലേ? അപ്പം അതെ അതെ അമ്മ പറഞ്ഞ നീ കേട്ടോ, അമ്മയ്ക്ക് എൻ്റെ സഹായം വേണമെന്ന്. അമ്മേ എന്താ അമ്മേ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്ന സച്ചിയോട് ചന്ദ്ര എന്താടാ, എന്ത് സഹായം വയ്ക്കാൻ വേണ്ടേ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമെന്ന് സച്ചി. പറ അമ്മ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അതൊക്കെ ഞാൻ പറയാം. നമുക്കിവിടുന്ന് നിൻ്റെ വണ്ടിയെടുത്ത് ശ്രുതിയെ വിളിക്കാനായിട്ട് പോകണം, മീരയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ശ്രുതിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിയും രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ അങ്ങനെയൊക്കെ പറയണേ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്ര തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സച്ചിയോടും രേവതിയോടും പറയുവാണ്. ഇത് കേട്ട് ഇവർ രണ്ടൊരു അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൊള്ളാം, പൊളിച്ചു, അടിപൊളി. അപ്പം നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഡബിൾ ഓക്കെ ആണെന്ന് സച്ചി അന്നേരം അമ്മയോട് പറയണം. ശരി എന്നാൽ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. ശരി ഞാൻ റെഡി ആയി എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. രേവതിയെ നീ ഇപ്പം ഞെട്ടിയായിരുന്നോ എന്ന് ചോദിച്ചു. ഞെട്ടി? രാത്രി അമ്മയുടെ സംസാരത്തിൽ പന്തികേട് തോന്നിയിരുന്നു എന്ന് സച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ? എന്നാലും അത് ശരിയാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി എൻ്റെ സച്ചേട്ടാ. എന്തായാലും ഞാൻ പെട്ടെന്ന് റെഡിയായി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ നിന്ന് ഓക്കെ. സച്ചി ചന്ദ്ര ഒക്കെ പോകാൻ റെഡി ആയപ്പോഴത്തേക്കും ശ്രുതി അമ്മേ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ സച്ചി വരട്ടെ എന്ന് പറഞ്ഞു. സച്ചിയോ? അല്ല അവനെന്തിനാ നമ്മുടെ കൂടെ വരുന്നേ? അവൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നതെന്ന് പറയണു. അല്ല അമ്മേ അത് പിന്നെ എന്തിനാ അവൻ്റെ കാറ്? എൻ്റെ കാറിൽ പോയാൽ പോരെ? അത് പിന്നെ നിൻ്റെ മനസ്സ് ഇപ്പം ഇവിടെ ഒന്നും അല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ കാർ എടുക്കണ്ടെന്ന് ചന്ദ്ര. അവൻ്റെ കാറിൽ നമുക്ക് പോകാമെന്നും പറഞ്ഞു. അല്ല അമ്മേ കുഴപ്പമൊന്നും ഇല്ലമ്മേ, ഞാൻ ഡ്രൈവ് ചെയ്തോളാമേ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലമ്മേ. ഒന്നാമത് ശ്രുതിക്ക് അവന് ഇഷ്ടമില്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലേ, അങ്ങനെ അവളുടെ ഇഷ്ടം നോക്കിയിട്ടെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചന്ദ്ര. അല്ലമ്മേ നിനക്ക് അവൻ്റെ കാറിൽ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വരണമെന്നില്ല, ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. അല്ലമ്മേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോൾ വരുന്നില്ലേ എന്ന് സച്ചി. വാ നമുക്ക്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വരാം, എങ്ങനെയെങ്കിലും ഇത് പോയാൽ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചാടി വണ്ടിയെ കയറുന്നു. ചന്ദ്രയും വണ്ടിയിൽ കയറി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവു അരുണിൻ്റെ വീട്ടിൽ വന്നു. അവിടുത്തെ അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അമ്മയും മോളും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചും കഞ്ഞി കൊടുത്തും മരുന്നൊക്കെ കഴിച്ചിങ്ങനെ അവിടെ ഇരിക്കുവാണ്.
അപ്പോൾ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ കിടന്നോളാൻ ദേവ് പറഞ്ഞപ്പോൾ പനിയൊക്കെ കുറവുണ്ട് മോളെ, പ്രശ്നമൊന്നുമില്ല എന്നും മോള് പോയിക്കോളാനും പറയാം. ഏയ് അമ്മയെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവാനോ, അരുണേട്ടൻ വന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് ദേവ് പറഞ്ഞപ്പം ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോഴേക്കും അരുൺ വന്നു. അരുൺ വന്നപ്പം അമ്മേ പനി എങ്ങനെയുണ്ട് അമ്മേ, കുറവുണ്ടോ എന്ന് ചോദിച്ചു. കുറവുണ്ട് മോനെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മെഡിസിനോ മറ്റോ വേണമെന്ന് ചോദിച്ചു. അപ്പം മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതേ എൻ്റെ മോൾ അടുത്തുണ്ടായാൽ മാത്രം മതിയെന്ന് അമ്മ അന്നേരം പറയാം. അപ്പോൾ ദേവ് ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയം എൻ്റെ അസുഖമൊക്കെ മാറിക്കോളുമെന്നും അമ്മ പറയുമ്പോൾ എന്നാൽ പിന്നെ മോളെ ഫുൾ ടൈം അമ്മയുടെ അടുത്തേക്ക് നിർത്തിയേക്കാം, കുറച്ചുകൂടെയൊക്കെ ഇത് കഴിയട്ടെ നമ്മുടെ അരുൺ. അപ്പം ദേവ് ഇങ്ങനെ ചിരിക്കുക. അല്ല ഇന്ന് ഡ്യൂട്ടി ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്. ബുദ്ധിമുട്ടോ? ഇത് എൻ്റെ അമ്മയല്ലേ എന്ന് ദേവ് അന്നേരം ചോദിക്കണു. അമ്മയെ നോക്കുന്നതും പരിചരിക്കുന്നതും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ദേവു. സന്തോഷമുള്ള കാര്യമല്ലേ അരുണേട്ടാ എന്നൊക്കെ ദേവ് ചോദിക്കാം. അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ എന്ത് ചെയ്താലും അത് പകരാവില്ല എന്നും ദേവു ഇങ്ങനെ പറയുന്നു. ഇനി അരുണേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഇല്ലില്ല, മെഡിസിൻ ഒന്നും വേണ്ട, നീ അടുത്തുണ്ടായാൽ മതി, അസുഖം മാറുമെന്നല്ലേ അമ്മ പറഞ്ഞത്, അതുകൊണ്ട് കുറച്ച് സമയം കൂടി നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം അമ്മയുടെ പനിയൊക്കെ മാറുമെന്നേ. ഇല്ലമ്മേ, എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ അരുൺ. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അരുൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവ് വന്ന് അമ്മയ്ക്ക് അരികിൽ വീണ്ടും ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ അമ്മയായിട്ട് സംസാരിക്കുക. അമ്മയെ കുറഞ്ഞോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേവ് അമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയും അമ്മയും സുധിയും കൂടെ മീരയുടെ വീട്ടിലെത്തി. അവരിങ്ങനെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ദേ അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുധി കിടന്നിങ്ങനെ ബപ്പ പഠിക്കും, ഒന്ന് വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ്. 3 പേര് പോകണോ അമ്മ, 2 പേര് പോയാൽ പോരെ അമ്മ, ഒന്ന് വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം 3 പേര് പോയാൽ മുടിഞ്ഞു പോവേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇവരുടെ കൂടെ പോവുക. മീര ഇവിടെ ഫോൺ കാണുന്നു. അപ്പോഴത്തേക്ക് ഇവർ ചെല്ലുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് മീര ചെന്ന് വാതിൽ തുറന്ന് നോക്കി. അപ്പോൾ ഇവർ നിൽക്കുക. ആൻറ്റി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു, ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ഭയങ്കര കാര്യത്തോടുകൂടി സ്വീകരിക്കല്, അങ്ങനെ ഭയങ്കര ഇത്. അപ്പം ശ്രുതി നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് മീര നീട്ടി വിളിച്ച് ചോദിക്കുമ്പം ആൻറ്റി സുഖമല്ലേ എന്ന് ചോദിച്ചു. സുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ചന്ദ്രയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇങ്ങനെ നോക്കുക കേട്ടോ, ശ്രുതി എത്തി വലിഞ്ഞ് നോക്കുക ശ്രുതിയെ, വരുന്നില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും അയ്യോ ഭയങ്കര സന്തോഷം ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ മീരയെ നോക്കുന്നു. ശ്രുതിയെന്നും പറഞ്ഞ് ഓടി വന്നു നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവരുടെ ആ ഒരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ കണ്ട് അത് ശ്രുതി സോറി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പം നീ ഇങ്ങനെയൊന്നും വിഷമിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയോട് പറയാം. ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റിയുടെ അടുത്തേക്കും ശ്രുതി ചെല്ലുവാണ്. ആൻറ്റി പറ്റിപ്പോയി ആൻറ്റി, ശ്രുതിയോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞതും അഭിനയിച്ചതെന്നൊക്കെ ശ്രുതി പറയാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു, തെറ്റുപറ്റിപ്പോയി എനിക്ക്. അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇൻ്റർനാഷണൽ പണി അവിടെ ഒപ്പിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നതെന്നുള്ള ഭാവം ശ്രുതി അറിയുന്നില്ലല്ലോ. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കത്തില്ല ആൻറ്റി, എന്നോട് ക്ഷമിക്കുക ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അതൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാം മറന്ന ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്നെ കൊണ്ടുപോകാനായിട്ടെന്ന് ചന്ദ്ര പറയാം. നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അയ്യോ ഭയങ്കര സന്തോഷം, നിങ്ങൾ 2 പേരും സന്തോഷത്തോടെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഇനി അങ്ങോട്ട് ജീവിക്കണമെന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സച്ചി എന്നും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ജീവിച്ച് കാണാനാ ഞാനും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര ഇത്. ശ്രുതിയാണെങ്കിൽ പേടിച്ച് നിൽക്കുക. എനിക്ക് അത്രയും കേട്ടാൽ മതി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം കേട്ടോ. ആ പാർലറേട്ടത്തെയും അഭിനന്ദനങ്ങൾ കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി. താങ്ക്സ്. അത് പിന്നെ ശ്രുതി നീ ആളാകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, ആള് മൊത്തത്തിലങ്ങ് മാറിപ്പോയല്ലോ അല്ലേ അമ്മേ? അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഊണും ഉറക്കമൊന്നും ഇല്ലല്ലോ, പിന്നെ ഒരു കുഞ്ഞു വയറ്റിൽ വളരെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് എപ്പോഴും കിടത്തം തന്നെയാണെന്നും വൊമിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എഴുന്നേൽക്കുന്നതെന്നൊക്കെ മീര പറയാം. അപ്പം അത് കേട്ടപ്പോൾ ശ്രുതി നിൻ്റെ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ശ്രുതി കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും പറ്റില്ല എന്നൊക്കെ ശ്രുതി പറയുന്നു. പിന്നെ നമ്മൾ സജ്ജീകരിക്കാം. അപ്പം പിന്നെ ഞാനോ അതൊക്കെ പോട്ടെ,
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിമോൾ ഇങ്ങനെ നിൽക്കുന്നു. ഇനി നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ലോകമാണെന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതെ, നീയും ഞാനും ദേ നമ്മുടെ കുഞ്ഞും എന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ഇത്, ഹലോ മതി മതി മതി, ഒരാളായിട്ട് കുറേ നാളായിട്ട് മാറി നിൽക്കല്ലേ, അതുകൊണ്ട് ഒത്തിരി പറയാനുണ്ടാവും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറയാം, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ എടാ ശ്രുതിയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പം ശ്രുതി ഞാൻ പെട്ടി എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ശ്രുതിയും കൂടെ ഇറങ്ങി ചെല്ലുന്നു. അവിടെ ചെന്ന് മീരയോട് യാത്ര പറഞ്ഞ് മീരയെ കെട്ടിയൊക്കെ പിടിച്ച് നമ്മുടെ ശ്രുതിയും ചെന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ അവരവിടെ നിന്ന് പോയി. എൻ്റെ ദൈവമേ, ഇവിടെ വീണ്ടും അവരെ പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മീര നിൽക്കുക. ഇനി അമ്മായി അമ്മയ്ക്ക് കഷ്ടകാലമാണ്, അവർ ചെയ്തതിനൊക്കെ അവൾ പ്രതികാരം ചെയ്യും കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ മീര ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ടാറ്റാ.